ഇന്ന് രാത്രി എന്തോ സംഭവിക്കുമെന്ന് പറയുന്ന രീതിക്കാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. ചെറിയ തെളിവുകളും നമുക്ക് മുമ്പിലുണ്ട്. അതിൽ പ്രധാനമായി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലെ പൗരന്മാർക്ക് പല ആളുകൾക്കും അവരുടെ ഫോണുകളിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അത് മെസ്സേജിലുള്ളത് വി ആർ കമ്മിങ്, ലുക്ക് അറ്റ് ദ സ്കൈ ഇൻ മിഡ് നൈറ്റ്. ഇന്ന് രാത്രി നിങ്ങൾ ആകാശത്തിലേക്ക് നോക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളിന്ന് ആകാശത്തിലേക്ക് നോക്കിക്കോ ഇന്ന് രാത്രി എന്ന് പറയുന്ന ഒരു രീതിക്കുള്ള മെസ്സേജുകളാണ്, കണ്ടമാനം മെസ്സേജുകൾ പോയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ റിപ്പോർട്ട് വന്നത് നമ്മുടെ ഇർണി എന്ന് പറയുന്ന ചാനലിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വസ്തത എത്ര ഉണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും നല്ല വാർത്തകളൊക്കെ കാണാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് പബ്ലിഷ് ചെയ്യാൻ വിചാരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം, അഥവാ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ഒന്ന് ചെയ്താൽ തിരക്കിടില്ല, നമ്മളെ പൂട്ടിപ്പോവാതിരിക്കാൻ കൂടുതൽ എളുപ്പമാകും. ഇതിൽ പറയുന്നത് ഞങ്ങൾ വരുന്നു, അർദ്ധരാത്രിയിൽ ആകാശത്തേക്ക് നോക്കൂ എന്ന് ആവശ്യപ്പെട്ട് നിരവധി ഇസ്രായേലിലേക്ക് അവരുടെ ഫോണുകളിലേക്ക് ഇറാനിൽ നിന്ന് സന്ദേശം ലഭിച്ചുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നാണ് ഈ കാണുന്നതിൻ്റെ വേറൊരു സ്ക്രീൻഷോട്ട്. ഇത് രണ്ടും അഥവാ ഇറാൻകാർ വിട്ടിട്ടുണ്ടെന്ന് പറയുന്നു, മറ്റൊരു വിഭാഗം പറയുന്നു, ഇറാൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഹിബ്രു പത്രങ്ങളും അതേപോലെ തന്നെ അവിടെയുള്ള മറ്റു മാധ്യമങ്ങളും അഹിയ അനൂത്ത് എന്നും പറഞ്ഞിട്ടൊരു പത്രമുണ്ട്. ആ പത്രത്തിലും ഈ റിപ്പോർട്ട്, ഓൺലൈൻ പോർട്ടലിൽ ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിങ്ങനെയാണല്ലോ നമുക്കത് പോയി കണ്ട് ബോധ്യപ്പെട്ടൊരു കാര്യങ്ങൾ നടത്താൻ പറ്റില്ലല്ലോ. രണ്ട് ഭാഗക്കാർ ഇത് അംഗീകരിക്കുന്നുണ്ട്. ഒന്ന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് അംഗീകരിച്ചു, അതേപോലെ ഇസ്രായേലിൻ്റെ മാധ്യമങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യക്തത വരാൻ വേണ്ടിയിട്ട് നാളെ നേരം വിളിക്കേണ്ടി വരും. കാരണം ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്, അതറിയണമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂന്ന് പറയുന്നത്. ഇന്ന് രാത്രിയാണ്, ഏതാനും കുറച്ച് സമയമായിട്ടുള്ളൂ, 2 മണിക്കൂറങ്ങാനായിട്ടുള്ളൂ ഇത് പബ്ലിഷ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ വരും വരായ്മകളെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കണം. എന്താണ് നാളെ നേരം വിളിക്കുമ്പോഴേക്ക് ലോകത്തുണ്ടാകുക? അല്ല, ഈ ജൂതന്മാരെ കിടത്തി ഉറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇറാൻ ആളുകൾ എടുത്തിട്ടുള്ളൊരു പണിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇറാൻ്റെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, ക്ഷമ എന്ന് പറയുന്ന വല്ലാതെ കയ്യിൽ മുറുക്കി പിടിക്കുന്നൊരു വിഭാഗമാണ് ഇറാൻ. പക്ഷേ അത്യാവശ്യം ആസന്ന ഘട്ടത്തിൽ മാത്രം, ഇനിയൊരു ആക്രമണം നടത്തിയിട്ടില്ലെങ്കിൽ ആദ്യ ആക്രമണത്തിൽ തന്നെ നമ്മുടെ രാജ്യം ചുട്ട് ചാമ്പലാക്കുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ അവരങ്ങനെ തന്നെ അടങ്ങി നിൽക്കും. അല്ല, പ്രതികൂലമായിട്ടാണ് ഇറാൻ്റെ എല്ലാ മർമ്മപ്രധാനമായിട്ടുള്ള ഈ മേഖലകളും അടിക്കാൻ സന്നദ്ധത അല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്ന് അവർക്ക് നേരത്തെ അറിയുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനു മുമ്പേ ഇറാൻ അടിക്കുമായിരിക്കും. അഥവാ ആ ഘട്ടത്തിലുള്ള ഒരു ആക്രമണം എന്നുള്ള നിലക്ക് അവർ അടിച്ചേക്കാം. അല്ലാതെ ഇതുവരെ കണ്ടത് പ്രകാരം ഇറാൻ ആത്മസംയമനം പാലിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ തിരിയണമെന്നുണ്ടെങ്കിൽ ഒരു മതിപ്പുണ്ടല്ലോ, അമേരിക്ക എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതൊക്കെയാണെന്ന് പറയുന്ന ഒരു മതിപ്പ്, അത് താഴെ ഇറക്കി വെച്ചാൽ ഇതിനൊക്കെ കാര്യങ്ങൾ പിടിയിട്ടുള്ളൂ. അഥവാ ഇത്തരം ആത്മഹത്യപരമായിട്ടുള്ള ചിന്തകളൊക്കെ മൈൻഡ് നിറക്കുക, ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാവായിട്ട് ഇന്നത്തെ ദിവസം മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ലോകം വളരെ ഭീകരതയിലൂടെയാണ്, ഭീതിപ്പെടുത്തുന്ന സമയങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, തായ്ലൻഡിന് വേണ്ടിയിട്ട് അടികൂടുന്നു, അതുപോലെ ഗ്രീൻലൻഡിന് വേണ്ടിയിട്ട് അടികൂടുന്നു, അതേപോലെ സൊമാലിലാൻഡ്, എല്ലാം ലാൻഡാണ് അവസാനിക്കുന്നത്. ഒരു കോമഡി ആയിട്ടാണ് ഗ്രീൻലൻഡ്, തായ്ലൻഡ്, സൊമാലിയൻ ലാൻഡ്, ഇങ്ങനെ കുറേ ലാൻഡുകളുടെ ഒരു വലിയ കശപിശയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്. വെനിസ്വേല കൊണ്ടുപോയി, ഇനി ഗ്രീൻലൻഡ് കൊണ്ടുപോകും, ഇനി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അതങ്ങ് എടുക്കും. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ ഒരാളുണ്ടല്ലോ, അതങ്ങ് എടുക്കും എന്ന് പറയുന്ന രീതിക്ക് ട്രംപൊക്കെ മാറിയിട്ടുണ്ട്. എന്താണെങ്കിലും ലോകം ഇനി സമാധാനത്തിലേക്ക് മടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും. അതങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെറുതെ കുറേ തള്ളിമറിച്ചുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഉള്ളത് സത്യമായിട്ട് പറയുമ്പോൾ കുറച്ച് ബേജാറാകാനുള്ള പരിപാടികളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അമേരിക്ക ഗ്രീൻലൻഡിനെ പിടിക്കുന്നു, ചൈന തായ്ലൻഡിനെ പിടിക്കാൻ നോക്കുന്നു, അതേപോലെ തന്നെ റഷ്യ ഉക്രൈനെ പിടിക്കാൻ നോക്കുന്നു. എല്ലാം ഒരു പിടിക്കൽ പരിപാടികളിലേക്ക് മാറിയിട്ടുണ്ട്. അർത്ഥം നേരെ തന്നെ വെക്കണം. എന്താണ് ഇവിടെയുള്ള കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. അമേരിക്ക പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി കൊളോണിയൻ സംസ്കാരങ്ങളൊക്കെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾക്ക് മുമ്പിൽ ആരും ഒന്നുമല്ല
എന്ന് ഉറക്കെ തെളിയിക്കാൻ വേണ്ടി തന്ത്രപരമായ നീക്കങ്ങളും കായികപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ നിങ്ങൾ ഒരുപാടായിട്ടുണ്ടാകും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടാകും. ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ ആ ഒരു കമൻറ്റിലൂടെ കാണുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷം. ഇനി കുറച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളോടും സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു, ഞാനത് എടുക്കുന്നില്ല. കാരണം നിങ്ങളിലേക്ക് തന്നെ അത് മടങ്ങണമല്ലോ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ കാണുന്ന കാഴ്ചയല്ല ലോകത്തിൻ്റെ പുറത്ത് നടക്കുന്നത്. ആ വിരിക്കപ്പുറം, ഒരു കർട്ടനപ്പുറം നടക്കുന്ന വാർത്തയിൽ അല്പം മാത്രമേ നമുക്ക് മുമ്പിൽ വരുന്നുള്ളൂ. ചിലർക്ക് തോന്നുന്നത്, വായിക്ക് തോന്നുന്നത് ഗോതക്ക് പാട്ട് എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, അങ്ങനെ പടച്ചുവിടുന്ന രീതിയിൽ ഇഷ്ടം പോലെ ചാനൽ നിങ്ങൾ കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ നമ്മൾ വാർത്ത കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ വാക്കുകളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുമെന്നല്ലേ. അപ്പോൾ ആ രീതിക്ക് അനലൈസാണ് നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനലൈസ്, അനുമാനങ്ങൾ, അതുപോലെ തന്നെ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഗതി എന്താണെങ്കിലും അല്പാൽപമായി കാര്യങ്ങളൊക്കെ മൂർധന്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിക്ക് കമൻറ്റ് ചെയ്യുക. പറ്റുന്നവരൊക്കെ നമ്മളതൊന്ന് സപ്പോർട്ട് ചെയ്യാം. എന്താണെങ്കിലും ടെഹ്റാൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് അവർക്ക് പോയിട്ടുണ്ട്. അത് ഇസ്രായേലിൽ സ്ഥിരീകരിച്ചതോടുകൂടി കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഇനി ടെഹ്റാൻ ഈ ആത്മാഭിമാനത്തോടെ അവരെ ഒന്ന് ഉറക്കം കടത്തി ബങ്കറിൻ്റെ ഉള്ളിലാക്കാനുള്ള പദ്ധതിയാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഈ ഇസ്രായേലി ജനത ഇനി കിടന്നുറങ്ങാൻ കുറച്ച് പ്രയാസപ്പെടും. അത്രമേൽ രക്തങ്ങളുടെ പങ്കിലമായിട്ടുള്ള ശ്വാസോച്ഛ്വാസങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും പാവപ്പെട്ട അറബികളെ പിടിച്ചിറക്കിയിട്ട് അവരുടെ ശാപവും ക്രോധവും ഉണ്ടായിട്ടുള്ള ഒരു സമൂഹം ഇന്നുണ്ടോ? അത് കുറേ കാലമൊന്നും ഉണ്ടാവില്ല. നമുക്ക് തോന്നും ഇത് കുറേ കാലമൊക്കെ കിട്ടുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രപഞ്ച സത്യമുണ്ട്, ആ ഒരു ശക്തിയുണ്ട്. അതിനു മുമ്പിൽ നിഷ്പ്രഭമായിട്ട് മാറാൻ കേവലം വളരെ കുറഞ്ഞ സമയം മതി. അവിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. പിന്നെ ചില ആളുകളൊക്കെ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ കാര്യം പറയുന്നത്. എന്താ ഗ്രേറ്റർ ഇസ്രായേൽ? നമുക്കറിയാം, മതത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നമുക്ക് സംസാരിക്കണം. അങ്ങനെ ഒരു വീഡിയോ ചെയ്യും. എന്താ ഗ്രേറ്റർ ഇസ്രായേൽ? ഒരുപാട് കാലമായിട്ടുണ്ടാകും നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ആരാണ് ആയത്തുള്ള ഖാംനെ? 1970 കാലഘട്ടത്തിൽ ഇത് അവിടെയുള്ള വലിയ യുദ്ധപ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ലഹളകളൊക്കെ അവിടെയുള്ള ആളുകളെ ഒന്ന് തകിടം മറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുള്ള ആളാണ്. പക്ഷേ അയാളുടെ വലത്തെ കൈക്ക് ഒരു ആരോഗ്യവുമില്ല. അതിനൊക്കെ എങ്ങനെ സംഭവിച്ചതാണ് എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ആയത്തുള്ള ഖാംനെ എപ്പോഴും വലത്തെ കൈ അനക്കാതെയാണ് ഏത് പരിപാടിയിൽ നമ്മൾ കാണൽ. അദ്ദേഹത്തിന് ആ വലത്തെ കൈ നഷ്ടപ്പെട്ടിട്ട്, അഥവാ ചലനം നഷ്ടപ്പെട്ടിട്ട് എത്രയോ കാലങ്ങളായി. എന്നിട്ടും ഈ എല്ലാ രാജ്യങ്ങളും ഉപരോധത്തിൽ ഏർപ്പെടുത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ ഒറ്റ കൈകൊണ്ട് കാര്യം, ഈ ഭരണം നടത്താനും എല്ലാ ഉപരോധങ്ങളെയും മറികടക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെങ്ങാനും 2 കൈ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ചിലരൊക്കെ കോമഡിക്കെങ്കിലും പറയാറുണ്ട്. സത്യത്തിൽ ഒരു കൈ മതി ഒരാളെ ആ കോൺഫ്ലൻറ്റിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ. ഒറ്റ കൈ മതി. അതൊക്കെ നമ്മൾ കാണുന്നത്. അതിലൂടെയാണ് ആയത്തുള്ള ഖാംനെ, അദ്ദേഹം തങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്താ തങ്ങൾ ആണോ അല്ലയോ, ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ട് ഒരു വീഡിയോ അറ്റൻഡ് ചെയ്യാം. എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഉപകാരപ്പെട്ടു. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നവർ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഉപകാരം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് കാത്തിരിക്കാം ഇന്ന് രാത്രി എന്ത് സംഭവിക്കുമെന്നുള്ളത്. നല്ലതൊക്കെ സംഭവിക്കട്ടെ എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുക. കാരണം നമ്മളൊക്കെ ലോകത്ത് സമാധാനം കാംക്ഷിക്കേണ്ടവരാണല്ലോ, മനുഷ്യനാണല്ലോ, മതമേതായാലും.